എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സിക്സ് സിഗ്മയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. മെഷർ ഫേസ്. വെറും ഊഹങ്ങളല്ല, നമുക്ക് വേണ്ടത് സത്യങ്ങളാണല്ലേ? അതെങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. നിങ്ങളുടെ പ്രോസസ്സിൽ ഒരു പ്രശ്നമുണ്ട്, അത് നിങ്ങൾക്കറിയാം. പക്ഷേ അത് എത്രത്തോളം വലുതാണ്? വെറും തോന്നലുകളിൽ നിന്നും മാറി ഉറപ്പുള്ള കണക്കുകളിലേക്ക് നമ്മൾ എങ്ങനെ എത്തും? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് മെഷർ ഫേസ് നമുക്ക് തരുന്നത്. ഓർമ്മയില്ലേ, ഡിഫൈൻ ഫേസിൽ നമ്മൾ പ്രശ്നമെന്താണെന്ന് കൃത്യമായി നിർവചിച്ചു. ഇനി അതിൽ നിന്ന് നേരെ നമ്മൾ മെഷർ ഫേസിലേക്ക് കടക്കുകയാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് കൃത്യമായി അളക്കണം. ഒരു ബേസ് ലൈൻ ഉണ്ടാക്കണം. ഇതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് പെട്ടെന്നൊന്ന് പറയാം. ആദ്യം അളക്കുന്നതിൻ്റെ പ്രാധാന്യം, പിന്നെ ഡേറ്റ കളക്ഷൻ പ്ലാനുകൾ, MSA, പ്രോസസ് കേപ്പബിലിറ്റി, കുറച്ച് ടിപ്സ്, അവസാനം അടുത്ത ഘട്ടമായ അനലൈസിലേക്ക്. അപ്പോൾ ആദ്യത്തെ കാര്യം, അളക്കുന്നതിൻ്റെ പ്രാധാന്യം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം വളരെ സിമ്പിളാണ്, പക്ഷേ ഭയങ്കര ക്രിട്ടിക്കലുമാണ്. പ്രശ്നം എത്രത്തോളം വലുതാണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ ആവശ്യമായ കൃത്യമായ ഡേറ്റ ശേഖരിക്കുക, അത്രയുള്ളൂ. അപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെയാണ് നേടാൻ ശ്രമിക്കുന്നത്? ഒന്ന്, പ്രോസസ്സിൻ്റെ ഇൻപുട്ടുകളെയും ഔട്ട്പുട്ടുകളെയും കുറിച്ചുള്ള കൃത്യമായ ഡേറ്റ ശേഖരിക്കണം. രണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന അളവെടുപ്പ് സിസ്റ്റം വിശ്വസിക്കാൻ കൊള്ളുന്നതാണോ എന്ന് ഉറപ്പാക്കണം. മൂന്നാമതായി, നമ്മുടെ പ്രോസസ്സ് നിലവിൽ എത്രത്തോളം കഴിവുള്ളതാണെന്ന് നിർണ്ണയിക്കണം. അവസാനം, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഒരു ബേസ് ലൈൻ സെറ്റ് ചെയ്യണം. ഇനി ഡേറ്റ കളക്ഷൻ പ്ലാനുകളെപ്പറ്റി സംസാരിക്കാം. ഒരു ഡിറ്റക്റ്റീവ് ഒരു കേസ് അന്വേഷിക്കാൻ പോകുമ്പോഴാണിത്. ഒരു പ്ലാനുമില്ലാതെ പോയാൽ എന്ത് കിട്ടും? ഒന്നും കിട്ടില്ല. ഇവിടെയും അതുതന്നെ. ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട് എന്ന് കേട്ടിട്ടില്ലേ? മോശം ഡേറ്റ കൊടുത്താൽ നമുക്ക് കിട്ടുന്ന നിഗമനങ്ങളും മോശമായിരിക്കും. അതുകൊണ്ട് ഒരു നല്ല പ്ലാൻ അത്യാവശ്യമാണ്. ഒരു നല്ല പ്ലാനിൽ എന്തൊക്കെ വേണം? നോക്കൂ, നമ്മൾ എന്താണ് അളക്കാൻ പോകുന്നത് എന്ന് കൃത്യമായി പറയണം. അതെങ്ങനെയാണ് അളക്കേണ്ടത് എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും ഒരേ ധാരണയുണ്ടാവണം. ഡേറ്റ കണ്ടിന്യൂസ് ആണോ ഡിസ്ക്രീറ്റ് ആണോ എന്ന് തീരുമാനിക്കണം. പിന്നെ എങ്ങനെയാണ് സാമ്പിൾ എടുക്കേണ്ടത്, ഏത് ടൂളുകളാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ കൃത്യമായി പ്ലാൻ ചെയ്യണം. എന്നാൽ മാത്രമേ എല്ലാവരും ഒരേപോലെ ഡേറ്റ എടുക്കൂ. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഓപ്പറേഷണൽ ഡെഫിനിഷൻ. അതായത് ഒരു കാര്യത്തെ എങ്ങനെ അളക്കണം എന്നതിനെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ ഒരു നിർവചനം. ഉദാഹരണത്തിന്, സൈക്കിൾ ടൈം എന്ന് പറഞ്ഞാൽ എവിടെ തുടങ്ങി എവിടെ നിർത്തണം. ഡിഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? എല്ലാവർക്കും ഒരേ ധാരണയുണ്ടായിരിക്കണം. സംശയങ്ങൾക്ക് ഒരിടവും ഉണ്ടാകരുത്. ശരി, നമുക്ക് ഡേറ്റ കളക്ഷൻ പ്ലാൻ റെഡിയായി. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. മെഷർമെന്റ് സിസ്റ്റം അനാലിസിസ് അഥവാ MSA. ഡേറ്റയെ വിശ്വസിക്കുന്നതിന് മുമ്പ് ആ ഡേറ്റ തന്ന ഉപകരണങ്ങളെ നമ്മൾ വിശ്വസിക്കണ്ടേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ശേഖരിച്ച ഡേറ്റയെ നിങ്ങൾക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും? ചിലപ്പോൾ പ്രശ്നം പ്രോസസ്സിലായിരിക്കില്ല, നിങ്ങൾ അളക്കുന്ന സിസ്റ്റത്തിൽ തന്നെയായിരിക്കും. അതാണോ കൂടുതൽ വേരിയേഷൻ ഉണ്ടാക്കുന്നത്? ഈ ചോദ്യത്തിനാണ് MSA ഉത്തരം തരുന്നത്. MSAയിലെ പ്രത്യേകിച്ചൊരു ഗേജ് RNR സ്റ്റഡിയിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും നോക്കുന്നത്. ഒന്ന്, റിപ്പീറ്റബിലിറ്റി, അതായത് ഒരേ ആൾ ഒരേ ഉപകരണം വെച്ച് ഒരേ സാധനം പലതവണ അളന്നാൽ ഏകദേശം ഒരേ ഉത്തരം കിട്ടുന്നുണ്ടോ? രണ്ട്, റീപ്രൊഡ്യൂസിബിലിറ്റി, അതായത് പല ആളുകൾ അതേ ഉപകരണം വെച്ച് അളക്കുമ്പോൾ ഏകദേശം ഒരേ ഉത്തരം കിട്ടുന്നുണ്ടോ? ഈ രണ്ട് വ്യത്യാസങ്ങളെയും നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നോക്കൂ, നമ്മുടെ പ്രോസസ്സിലെ മൊത്തം വേരിയേഷനിൽ അളവെടുപ്പിലെ പിഴവ് എത്രത്തോളം വരുന്നു എന്ന് കാണാം. നമ്മുടെ ലക്ഷ്യം എന്താണെന്നറിയുമോ? ഈ മെഷർമെന്റ് സിസ്റ്റത്തിൽ നിന്നുള്ള വേരിയേഷൻ, അതായത് ഗേജ് R&R 10% താഴെ നിർത്തുക. അതാണ് ഒരു നല്ല സിസ്റ്റം. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഡേറ്റയുണ്ട്. ഇനി നമുക്ക് ശരിക്കുള്ള കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ പ്രോസസ്സ് യഥാർത്ഥത്തിൽ കസ്റ്റമറുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ എത്രത്തോളം കഴിവുള്ളതാണ് എന്ന് നോക്കാം. ഇവിടെ നമ്മൾ CP എന്ന രണ്ട് കാര്യങ്ങൾ കേൾക്കും. എന്താണ് വ്യത്യാസം? സിമ്പിളായി പറഞ്ഞാൽ CP എന്ന് പറയുന്നത് പ്രോസസ്സിന്റെ പൊട്ടൻഷ്യലാണ്. അതായത് എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ അതിനെത്രത്തോളം നന്നായി പ്രവർത്തിക്കാൻ പറ്റും എന്നത്. പക്ഷേ CPK അങ്ങനെയല്ല. അത് പ്രോസസ്സിന്റെ യഥാർത്ഥ പ്രകടനമാണ്. അതായത് പ്രോസസ്സ് സെന്ററിൽ നിന്ന് മാറിയിട്ടുണ്ടോ എന്നതടക്കം പരിഗണിക്കും. കസ്റ്റമർക്ക് യഥാർത്ഥത്തിൽ കിട്ടുന്നത് CPK ആണ്. ഈ ചിത്രം നോക്കൂ, ഇതാണ് നമ്മുടെ ലക്ഷ്യം. ബെൽ കർവ് നമ്മുടെ പ്രോസസ് ഡാറ്റയാണ് കാണിക്കുന്നത്. അതിന്റെ ശരാശരിയും കസ്റ്റമറുടെ സ്പെസിഫിക്കേഷൻ ലിമിറ്റും തമ്മിൽ എത്ര അകലമുണ്ട്, ആ അകലത്തിൽ എത്ര സ്റ്റാൻഡേർഡ് ഡീവിയേഷനുകൾ കൊള്ളുമെന്നതിന്റെ കണക്കാണ് CPK. 6 സിഗ്മ ലെവലിൽ എത്തണമെങ്കിൽ 6 സ്റ്റാൻഡേർഡ് ഡീവിയേഷനുകൾ വേണം. അപ്പോൾ ഈ CPK വാല്യൂ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? ഈ ടേബിൾ നോക്കിയാൽ മതി. 1ൽ കുറവാണെങ്കിൽ പ്രോസസ്സ് പോരാ. 1.33 മുകളിലാണെങ്കിൽ കൊള്ളാം. അതാണ് സാധാരണയായി ഇൻഡസ്ട്രിയിൽ അംഗീകരിക്കപ്പെട്ട നിലവാരം. 2 അതിൽ കൂടുതലോ ആണെങ്കിൽ അത് 6 സിഗ്മ നിലവാരമായി.
ഇതുവരെ പറഞ്ഞതൊക്കെ പ്രോസസ്സ്. ഇനി കുറച്ച് പ്രാക്ടിക്കൽ കാര്യങ്ങൾ നോക്കാം. പരിചയസമ്പന്നനായ ഒരു ഡിറ്റക്റ്റീവിന്റെ നോട്ട്ബുക്കിൽ നിന്നുള്ള ചില നുറുങ്ങുകൾ. എന്തൊക്കെയാണ് സാധാരണ സംഭവിക്കുന്ന അബദ്ധങ്ങൾ? 1. പഴയ ഡാറ്റ അതേപടി എടുത്ത് ഉപയോഗിക്കുന്നത്. അത് ശരിയാണെന്ന് ഉറപ്പുവരുത്തണം. 2. MSI സ്കിപ്പ് ചെയ്യുന്നത്. ഇത് വലിയ തെറ്റാണ്. പിന്നെ വ്യക്തമായ ഓപ്പറേഷണൽ ഡെഫിനിഷൻ ഇല്ലാത്തത്, ആവശ്യത്തിന് ഡാറ്റ ശേഖരിക്കാത്തത്, ഇതെല്ലാം ഒഴിവാക്കണം. അപ്പോ എങ്ങനെ ഇത് ശരിയായി ചെയ്യാം? എപ്പോഴും ഡേറ്റ കളക്ഷൻ പ്ലാൻ ഒന്ന് പൈലറ്റ് ചെയ്ത് നോക്കുക. ആ ജോലി ചെയ്യുന്നവരെ തന്നെ ഡേറ്റ എടുക്കാൻ ഏൽപ്പിക്കുക. MSA ഫെയിലായാൽ അവിടെ നിർത്തുക. ആദ്യം അത് ശരിയാക്കിയിട്ട് മതി ബാക്കി. അവസാനം കിട്ടിയ ബേസ് ലൈൻ പ്രോജക്റ്റ് ചാർട്ടറിൽ അപ്ഡേറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളെവിടെ എത്തി? നമ്മൾ പ്രശ്നം നിർവചിച്ചു, തെളിവുകൾ ശേഖരിച്ചു, നമ്മുടെ ഉപകരണങ്ങൾ വിശ്വസിക്കാൻ കൊള്ളുന്നതാണോ എന്ന് ഉറപ്പിച്ചു. ഇപ്പോഴത്തെ അവസ്ഥ കൃത്യമായി വിലയിരുത്തി. അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എന്തൊക്കെയുണ്ട്? ഒരു വെരിഫൈഡ് മെഷർമെന്റ് സിസ്റ്റം, വിശ്വസിക്കാൻ പറ്റുന്ന ബേസ് ലൈൻ ഡാറ്റ, പിന്നെ നമ്മുടെ പ്രോസസ് കേപ്പബിലിറ്റി കാണിക്കുന്ന വ്യക്തമായൊരു CPK വാല്യൂ. ചുരുക്കി പറഞ്ഞാൽ ഊഹങ്ങൾ മാറി കയ്യിലിപ്പോൾ ഫാക്സ് ഉണ്ട്. നമ്മുടെ കയ്യിൽ വിശ്വസനീയമായ ഡാറ്റയുണ്ട്. ഇനി എന്തു ചെയ്യണം? ഇനി നമുക്ക് ഈ ഡാറ്റ ഉപയോഗിച്ച് പ്രശ്നത്തിന്റെ മൂലകാരണങ്ങൾ കണ്ടെത്തണം. അതാണ് അടുത്ത ഘട്ടം, അനലൈസ് ഫേസ്. എഡ്വേർഡ്സ് ഡെമിംഗ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഡാറ്റയില്ലാതെ നിങ്ങൾ അഭിപ്രായമുള്ള മറ്റൊരാൾ മാത്രമാണ്. മെഷർ ഫേസിന്റെ പ്രാധാന്യം ഇതിൽ നന്നായി പറയാൻ പറ്റില്ല. അപ്പോ ഇപ്പോൾ നിങ്ങളുടെ പ്രോസസ്സ് കൃത്യമായി അളക്കാൻ ഒരു വഴിയായില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. അടുത്ത ഘട്ടമായ അനാലൈസ് ഫേസിൽ ഈ ഡാറ്റ ഉപയോഗിച്ച് എന്തൊക്കെ മറഞ്ഞിരിക്കുന്ന സത്യങ്ങളായിരിക്കും നമ്മൾ കണ്ടെത്താൻ പോകുന്നത്? ആ കണ്ടെത്തലുകൾക്കുള്ള വേദിയാണ് ഈ ഘട്ടം ഒരുക്കുന്നത്. കണ്ടതിന് നന്ദി. നമ്മുടെ DMAIC യാത്രയിൽ അടുത്ത ഘട്ടവുമായി ഉടൻ കാണാം.